ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു നോച്ച് കാണാം. അതിലൂടെ ബ്ലേഡ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഈ കേസ് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ആയിട്ട് ബേൺ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കപ്പാസിറ്ററിൻ്റെ സൈഡിലായിട്ട് സർക്യൂട്ട് ഡയഗ്രം നമ്മുടെ കയ്യിലുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ എത്തിയിട്ടുള്ളത് ഒരു മൊബൈൽ ചാർജറിൻ്റെ അഡാപ്റ്ററുമായിട്ടാണ്. ഈ ഒരു അഡാപ്റ്റർ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ അഡാപ്റ്റർ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള സർക്യൂട്ട് ബോർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇതിലുള്ള ഓരോ കമ്പോണൻസും ഈ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പോകുന്നത്. ഈ ഒരു അഡാപ്റ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻപുട്ട് കാണിക്കുന്നത് 100 to 240 വോൾട്ട് AC ആണ്. വൈഡ് റേഞ്ച് ഇൻപുട്ട് ഉണ്ട്, 50 or 60 ഹെർട്സ് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ട് 1.2 ആംപിയറിൻ്റെ ഒരു അഡാപ്റ്ററാണിത്. ഈ ഒരു അഡാപ്റ്ററിൻ്റെ സൈഡിൽ കൂടെ ഒരു നോച്ച് നമുക്ക് കാണാം. അപ്പോൾ ഈ നോച്ചിലൂടെ നിങ്ങളൊരു ബ്ലേഡോ ചെറിയ നൈഫ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കേസ് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ബോർഡ് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കേസും സർക്യൂട്ട് ബോർഡും ഈ ടോപ്പ് ഭാഗം മാത്രമേ ഉള്ളൂ. ടോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ പ്ലഗ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ബോർഡിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതൊരു SMPS സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ബോർഡിനകത്ത് ഒരുപാട് കമ്പോണൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഓരോ കമ്പോണൻസും ഈ സർക്യൂട്ടിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാനിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊരു SMPS സർക്യൂട്ട് ബോർഡാണ്. അപ്പോൾ ഒരു ജനറൽ SMPS സർക്യൂട്ട് ബോർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം വെച്ചിട്ട് ഈ ഒരു സർക്യൂട്ട് ബോർഡിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എല്ലാം കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് സർക്യൂട്ടിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും. ഓരോ കമ്പോണൻറ്റും എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടിൽ എന്താണ് ഈ ഓരോ കമ്പോണൻറ്റിൻ്റെ യൂസ് എന്നുള്ളതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. എന്താണ് SMPS, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ? എന്തുകൊണ്ടാണ് SMPS സർക്യൂട്ടുകൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് SMPS സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു നോർമൽ കൺവേർട്ടർ സർക്യൂട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കിയിട്ട് SMPSലോട്ട് കിടക്കാം. ഒരു നോർമൽ കൺവേർട്ടർ സർക്യൂട്ട് എടുത്ത് നോക്കിയാൽ ആദ്യം ഒരു ഇൻപുട്ട് സെക്ഷൻ ഉണ്ടാവും. ഇൻപുട്ട് സെക്ഷനിൽ നമുക്കറിയാം നമ്മുടെ പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന ഫേസും ന്യൂട്രലും ഉണ്ടാവും. 230 വോൾട്ട് നമ്മുടെ വീട്ടിൽ കാര്യമാണെങ്കിൽ 230 സിംഗിൾ ഫേസ് ആണ്. 230 വോൾട്ട് 50 ഹെർട്സ് ആയിരിക്കും. അപ്പോൾ ഒരു ഇൻപുട്ട് സെക്ഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലീനിയർ ട്രാൻസ്ഫോമറിലോട്ടാണ് നേരെ കണക്ട് ചെയ്യുക. ലീനിയർ ട്രാൻസ്ഫോമേഴ്സ് പറയുമ്പോൾ അതിൽ കൺട്രോൾ ട്രാൻസ്ഫോമേഴ്സ് വരാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ 230 വോൾട്ട് ഡയറക്റ്റ് 12 വോൾട്ടോ 16 വോൾട്ടോ അതേപോലെ തന്നെ 24 വോൾട്ടൊക്കെ ആക്കി കൺവേർട്ട് ചെയ്യുന്ന കൺട്രോൾ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവാം. അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവും. 230 വോൾട്ട് AC 115 വോൾട്ട് AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ്, ഇതൊക്കെ ലീനിയർ ട്രാൻസ്ഫോമേഴ്സിൽ പെടും. ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിൽ ലീനിയർ റിലേഷൻ ആയിരിക്കും ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സ്. അപ്പോൾ AC ഇപ്പം നമുക്കറിയാം നമ്മൾ കിട്ടുന്ന AC ആയിട്ടുള്ള ഇൻപുട്ടിനെ ചെറിയ വോൾട്ടിലോട്ട് കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ഇനി അപ്പം നമുക്ക് കിട്ടുന്നതും ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും AC ആണ്. സോ നമുക്ക് ഔട്ട്പുട്ടിൽ DC കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് AC DC ആക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് യൂസ് ചെയ്യുക. അത് നമുക്കറിയാം ഡയോഡിനെ ഒരു സ്പെസിഫിക് അറേഞ്ച്മെൻറ്റിൽ പ്ലേസ് ചെയ്തിട്ടാണ് ബ്രിഡ്ജ് റെക്ടിഫയർ ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് പൾസേറ്റിംഗ് DC ആയിരിക്കും. അതിനെ ഫിൽറ്റർ DC ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഫിൽറ്റർഡ് ആയിട്ടുള്ള നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇങ്ങനെയാണ് നോർമൽ കൺവേർട്ടർ സർക്യൂട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള നോർമൽ കൺവേർട്ടർ സർക്യൂട്ടിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ഒരു സർക്യൂട്ട് ഒരു സ്പെസിഫിക് റേഞ്ച് ഇൻപുട്ടിൽ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വൈഡ് റേഞ്ച് ഇൻപുട്ടിൽ ഈ ഒരു സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സർക്യൂട്ടിൻ്റെ ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് എപ്പോഴും AC ആയിരിക്കണം. ഒരിക്കലും DC യൂസ് ചെയ്യാൻ കഴിയില്ല. DC യൂസ് ചെയ്യുമ്പോൾ സർക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ആവും, വലിയ സർക്യൂട്ടാവും. നോർമൽ കൺവേർട്ടർ സർക്യൂട്ടിനകത്ത് കമ്പോണൻസ് ഒന്നും അധികം ഉണ്ടാവില്ല. ആകെ ഒരു ട്രാൻസ്ഫോമർ മാത്രമേ കാണൂ. പിന്നെ ഒരു ഇൻപുട്ടും ഒരു ബ്രിഡ്ജ് റെക്ടിഫയറും കാണും. ഒരു ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി കുറച്ച് കപ്പാസിറ്റേഴ്സും ഉണ്ടാവും. ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള സർക്യൂട്ടിനകത്ത് കമ്പോണൻസ് കുറവായിരിക്കും. പക്ഷേ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ലീനിയർ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റും സൈസും വളരെ കൂടുതലായിരിക്കും. ചെറിയ ഫ്രീക്വൻസിയിലാണ് ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുക. 50 ഹെർട്സ് റേഞ്ചിൽ 50-60 ഹെർട്സിലൊക്കെയാണ് ഈ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സൈസ് ഭയങ്കര കൂടുതലായിരിക്കും. അതിൻ്റെ കോറിൻ്റെ സൈസ് കൂടുതലായിരിക്കും, വൈൻഡിങ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റും വളരെയധികം കൂടുതലായിരിക്കും ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സിൻ്റെ. അപ്പോൾ പോർട്ടബിൾ ഡിവൈസിലൊന്നും ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സിനെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു സർക്യൂട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, അതിൻ്റെ വെയിറ്റ് കൂടുതലായതുകൊണ്ട്. അടുത്തൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ലീനിയർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫോമർ വോൾട്ടേജ് റിഡക്ഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരിക്കലും വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നോർമൽ കൺവേർട്ടർ സർക്യൂട്ടിനകത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്.
അത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ലിമിറ്റേഷൻസിനെ പരിഹരിച്ചുകൊണ്ടാണ് ഒരു SMPS സർക്യൂട്ട് വരുന്നത്. എന്താണ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ സർക്യൂട്ട്, എങ്ങനെയാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരുന്നതെന്ന് നോക്കാം. ഒരു SMPS സർക്യൂട്ട് എടുത്താൽ നോർമൽ സർക്യൂട്ട്സ് പോലെ തന്നെ ഒരു ഇൻപുട്ട് സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ഫേസും ന്യൂട്രലും ഉണ്ടാവും, നമ്മുടെ പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന. അത് കഴിഞ്ഞിട്ടൊരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ഉണ്ടാവും. ഈ ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത് ഡിസൈനറുടെ തീരുമാനത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൻ്റെ അകത്ത് ഒരു ഫ്യൂസ് കാണും. നമ്മുടെ ഫേസ് വയറിന് സീരീസ് ആയിട്ടായിരിക്കും ഫ്യൂസ് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഫ്യൂസിന് പകരം ഫ്യൂസബിൾ റെസിസ്റ്റേഴ്സ് ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റേഴ്സ് എന്ന് പറയും. പിന്നെ മറ്റൊന്ന് MOV ആണ്, വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്ററാണ് MOV എന്ന് പറയുന്നത്. അതും ഇൻപുട്ടിൽ വെക്കാം. ഇപ്പോൾ ട്രാൻസിയൻറ്റ് വോൾട്ടേജസ് ഒക്കെ വരുന്ന സമയത്ത് ആ ട്രാൻസിയൻറ്റ് വോൾട്ടേജിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MOV യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് തെർമിസ്റ്ററാണ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സപ്ലൈ ഓൺ ആക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വരുന്ന ഇൻട്രസ്റ്റ് കറൻസിനെ എല്ലാം ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തെർമിസ്റ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സർക്യൂട്ടിൽ വരുന്ന EMI ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചോക്ക് യൂസ് ചെയ്യാം ഇൻപുട്ട് സെക്ഷനിൽ. പിന്നെ നമ്മൾ ഇൻപുട്ട് സെക്ഷനിൽ വല്ല ഹൈ ഫ്രീക്വൻസി നോയ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യാം. നോർമലി ഇതൊക്കെയാണ് ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ടിൻ്റെ അകത്ത് പല SMPS സർക്യൂട്ടിലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു സർക്യൂട്ടിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. ചില സർക്യൂട്ടിൽ ഫ്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ചില സർക്യൂട്ടിൽ MOV ഉണ്ടാവാം, ഫിൽറ്റർ ഉണ്ടാവാം, ചില സർക്യൂട്ടിൽ ചോക്ക് യൂസ് ചെയ്യാം EMI ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട്, ചിലപ്പോൾ തെർമിസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാം സർക്യൂട്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ഡിസൈനറുടെ ഡിസിഷൻ അനുസരിച്ചിട്ടാണ് സർക്യൂട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പല ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന സർക്യൂട്ടിൻ്റെ SMPS സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് സെക്ഷനും പ്രൊട്ടക്ഷൻ സർക്യൂട്ടൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ആവില്ല ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന SMPS സർക്യൂട്ട്. അപ്പോൾ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പേഷ്യൻസിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് കൂടുതൽ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് നമ്മളൊരു SMPS സർക്യൂട്ടിനകത്ത് ഉൾക്കൊള്ളിക്കുന്നതാണ്. അടുത്ത പാട്ടെന്ന് പറയുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. നമ്മുടെ ഇൻപുട്ടിൽ വരുന്ന AC സപ്ലൈ ആണെങ്കിൽ ആ AC സപ്ലൈ DC ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഇൻപുട്ട് DC ആണെങ്കിൽ നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ആവശ്യമില്ല. ബ്രിഡ്ജ് റെക്ടിഫയർ കഴിഞ്ഞിട്ടുള്ള സർക്യൂട്ടിലോട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്താൽ മതി ഒരു പ്രൊട്ടക്ഷൻ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ അത് ഡയോഡിലേക്ക് അറേഞ്ച്മെൻ്റ് ആണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ യൂസ് ചെയ്തിട്ട് നമുക്ക് AC DC ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു AC DC ആയി കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഫിൽറ്ററിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് SMPSൻ്റെ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഒരു സർക്യൂട്ടിൻ്റെ ഒരു ഡയഗ്രാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈമറി കോയിൽ ഉണ്ടാവും, അതേപോലെ സെക്കൻഡറി കോയിൽ ഉണ്ടാവും. ഇതൊരു സിംഗിൾ പ്രൈമറി സിംഗിൾ സെക്കൻഡറി ട്രാൻസ്ഫോമറിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രൈമറി കോയിലിൻ്റെ കൂടെ തന്നെ ഒരു ഓക്സിലറി വൈൻഡിങ്ങും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇൻപുട്ടിൽ 4 ലെഗ് ഉണ്ടാവും അത്തരത്തിലുള്ള ട്രാൻസ്ഫോമേഴ്സിൻ്റെ കേസിൽ. പിന്നെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു കോയിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ എല്ലാ കേസിലും ഇങ്ങനെ തന്നെയാണോ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചാൽ അല്ല, പല ഡിഫറെൻറ്റ് ടൈപ്പിലും ഡിസൈനറുടെ തീരുമാനത്തിനനുസരിച്ചിട്ടാണ്. നമുക്ക് വേണ്ട ഔട്ട്പുട്ടിനനുസരിച്ചിട്ട് നമ്മുടെ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസിൻ്റെ ബേസിലായിരിക്കും ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമേഴ്സൊക്കെ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് 230 വോൾട്ട് അല്ലെങ്കിൽ ഒരു വൈഡ് റേഞ്ച് ഇൻപുട്ടാണ് നമുക്ക് ഈ SMPS സർക്യൂട്ടിൽ കൊടുക്കാൻ സാധിക്കുക. അപ്പോൾ ഒരു 90 to 260 വോൾട്ട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് 5 വോൾട്ടോ 6 വോൾട്ടൊക്കെ കൺവേർട്ടാക്കി മാറ്റുന്നത് ഈ ഒരു ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പോൾ 5 വോൾട്ടോ 6 വോൾട്ടൊക്കെ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ പല വോൾട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പല ടേൺസ് റേഷ്യോയിലുള്ള ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ടേൺസ് റേഷ്യോയുടെ ബേസിലായിരിക്കും ഈ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുക, ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലോട്ട് നമുക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DC ആണ്. അപ്പോൾ DC ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫോമറിലോട്ട് കൊടുത്താൽ ട്രാൻസ്ഫോമർ റൺ ആവില്ല. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ DCയെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആക്കി മാറ്റണം, എന്നാൽ ഹൈ ഫ്രീക്വൻസി AC ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഒരു കോയിലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്വിച്ചിങ് ഡിവൈസ് എടുക്കും. ഒരു സ്വിച്ചിങ് ഡിവൈസ് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ടേൺസിനെ ടേൺ ഓണും ടേൺ ഓഫും ചെയ്യാൻ വേണ്ടിയിട്ട് സ്വിച്ചിങ് ഡിവൈസ് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡിൽ kHz to MHz റേഞ്ചസിൽ സ്വിച്ച് ചെയ്യിപ്പിച്ചാലേ ഈ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമേഴ്സ് വർക്ക് ചെയ്യുള്ളൂ. കാരണം ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമറിൻ്റെ
ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് കിലോ ഹെർട്സ് ടു മെഗാ ഹെർട്സ് റേഞ്ചിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പവർ ട്രാൻസിസ്റ്റേഴ്സ് വേണം. പവർ സ്വിച്ചിങ് ട്രാൻസിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്വിച്ചിങ് മോസ്ഫെറ്റ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മോസ്ഫെറ്റോ പവർ ട്രാൻസിസ്റ്ററൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഗേറ്റ് ടെർമിനലിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ഒരു PWM സിഗ്നൽ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് PWM സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ICയോ അല്ലെങ്കിൽ മറ്റൊരു കമ്പോണൻ്റ് ആവശ്യമുണ്ടാകും. അപ്പോൾ ഒരു PWM കൺട്രോളർ IC നിർബന്ധമായിട്ടും ആവശ്യമുണ്ട് ഈ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമറിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇതുപോലത്തെ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമേഴ്സ് ഡ്രൈവർ ICs പല ഡിഫറെൻറ്റ് ടൈപ്സിൽ ICs ഒരുപാടുണ്ട്. ഇത് ഡ്രൈവ് ചെയ്യുന്ന പല സർക്യൂട്ടിലും ഡിഫറെൻ്റ് ആയിരിക്കും. സർക്യൂട്ടിൻ്റെ അപ്ലിക്കേഷൻ്റെ ബേസിൽ ഈ പറഞ്ഞ ഡ്രൈവർ ICs ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മൊബൈൽ ചാർജറിൻ്റെ സർക്യൂട്ടിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ നമ്മൾ സാധാ ഒരു നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന LED ബൾബിൻ്റെ ഒക്കെ സർക്യൂട്ട്, എമർജൻസി ലൈറ്റൊക്കെ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ യൂസ് ചെയ്യുന്ന ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമറിനെ കൺട്രോൾ ചെയ്യുന്ന ഡ്രൈവ് ചെയ്യുന്ന PWM കൺട്രോളർ ICയുടെ ICയും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാ സർക്യൂട്ടിലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഹൈ വോൾട്ടേജ് സിഗ്നൽ ആയിരിക്കും ഇൻപുട്ടിൽ ഉണ്ടാവുക. ഹൈ വോൾട്ടേജ് സിഗ്നൽസിനെ ഹൈ ഫ്രീക്വൻസി ലോ വോൾട്ടേജ് സിഗ്നൽ മാറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി സിഗ്നലിനായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ AC ആയിരിക്കും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ടത്, ഇപ്പോൾ നമ്മൾ ചാർജിങ് സർക്യൂട്ടിൽ ഔട്ട്പുട്ടിൽ വേണ്ടത് DC ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് AC DC ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്ടിഫയേഴ്സ് ആണ് യൂസ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡറി സൈഡ് റെക്ടിഫയർ ആണ് യൂസ് ചെയ്യുക. സെക്കൻഡറി സൈഡ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡൊക്കെ ആയിരിക്കും റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുക. ഷോർട്ട്കി ഡയോഡ്സ് ഒക്കെയാണ് പല സർക്യൂട്ടിലും യൂസ് ചെയ്യുക ഈ റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി റെക്ടിഫയർ എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഡയോഡുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡയോഡ്സ് ആയിരിക്കും ഇവിടെ റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സെക്കൻഡറി സൈഡിൽ യൂസ് ചെയ്യുന്ന റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിലും ഒരുപാട് നോയ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ സർക്യൂട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടും. ഇനി SMPS സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ പാർട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ നിന്നും ഒരു സർക്യൂട്ട് എടുത്തിട്ട്, ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ PWM കൺട്രോൾ ICയിലോട്ട് കണക്ട് ചെയ്യും. ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഷണ്ട് റെഗുലേറ്ററും ഒരു ഒപ്റ്റോകപ്ലറും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ആ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഒരു ഫീഡ്ബാക്ക് PWM കൺട്രോൾ ICയിലോട്ട് കൊടുക്കും. അപ്പോൾ PWM കൺട്രോൾ IC അതിനനുസരിച്ചിട്ടുള്ള സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ സിഗ്നൽസിനനുസരിച്ചായിരിക്കും അപ്പോൾ ഫ്രീക്വൻസീസിൽ ചേഞ്ചസ് വരും. അപ്പോൾ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമറിലോട്ട് ഇൻപുട്ടിൽ വരുന്ന സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ചസ് വരും. അപ്പോൾ ഔട്ട്പുട്ടിലും എന്ത് ചെയ്യും? അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരും. അപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ അത് കുറയ്ക്കുകയും കുറയുന്ന സമയത്ത് അതിനെ കൂട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് അതിൻ്റെ ഈ പറഞ്ഞ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു SMPS സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. ജനറൽ ആയിട്ടുള്ള SMPS സർക്യൂട്ട് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സർക്യൂട്ടും ഇതുപോലെ ആവണമെന്നില്ല. സർക്യൂട്ടിൻ്റെ അപ്ലിക്കേഷൻ്റെ ബേസിൽ ഡിസൈനറുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് ഈ സർക്യൂട്ടിൽ കംപ്ലീറ്റ് ചേഞ്ചസ് വരുത്താൻ പറ്റും. പക്ഷേ എങ്കിലും ഒരു ബേസിക് സർക്യൂട്ട് ഇങ്ങനെ തന്നെ വർക്ക് ചെയ്യുക. ഒരു ഇൻപുട്ട് സെക്ഷൻ ഉണ്ടാവും. AC ആണ് ഇൻപുട്ട് എങ്കിൽ AC ആദ്യം DC ആക്കി മാറ്റണം. ആ DC ഹൈ ഫ്രീക്വൻസി AC ആക്കി മാറ്റണം. അത് ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമറിലോട്ട് കൊടുത്ത് ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടും ഹൈ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ DC ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് റെക്ടിഫയർ സെക്കൻഡറിയിൽ യൂസ് ചെയ്യും. ഈ 4 കമ്പോണൻറ്റ് എന്തായാലും സർക്യൂട്ടിലുണ്ടാവും. ഒരു ഇൻപുട്ടിൽ ബ്രിഡ്ജ് റെക്ടിഫയർ, ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമർ, അതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് PWM IC, സെക്കൻഡറിയിലൊരു ഡയോഡ്, ഇതെന്തായാലും നിർബന്ധമായിട്ടും ഒരു സർക്യൂട്ടിനകത്തുണ്ടാവും. പിന്നെ ഫീഡ്ബാക്ക് സർക്യൂട്ടും പ്രൊട്ടക്ഷൻ സർക്യൂട്ടുമാണ് ഡിഫറൻസ് വരിക. കാരണം ഫീഡ്ബാക്ക് സർക്യൂട്ട് എല്ലാ SMPS സർക്യൂട്ടിലും ഉണ്ടാവും. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന സർക്യൂട്ടിന് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ഇല്ല. പക്ഷേ ഈ പറഞ്ഞ PWM കൺട്രോളർ ICയുടെ ഇൻബിൽട്ട് ആയിട്ട് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഈ പറഞ്ഞ ഫീഡ്ബാക്കിംഗ് മെക്കാനിസം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു IC ആയിരിക്കും അത്തരം സർക്യൂട്ടിൽ ഈ പറഞ്ഞ ഫ്ലൈബാക്ക് ട്രാൻസ്ഫോമറിനെ ഡ്രൈവ് ചെയ്യുന്ന ICനകത്ത് ഉണ്ടാവുക. അപ്പോൾ അത്തരം കേസിൽ നമുക്ക് ഫീഡ്ബാക്ക് സർക്യൂട്ടിന് ആവശ്യമില്ല. അപ്പോൾ ഒരു ഡിസൈനറുടെ ഡിസിഷൻ അനുസരിച്ചിട്ട് നമ്മൾ SMPS സർക്യൂട്ട് യൂസ് ചെയ്യുന്ന ഏത് അപ്ലിക്കേഷന് വേണ്ടിയിട്ടാണോ SMPS സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ ഈ സർക്യൂട്ടിലെല്ലാം ചേഞ്ചസ് വരാം. അപ്പോൾ എങ്ങനെയാണ് ഈ SMPS സർക്യൂട്ട് വർക്ക് ചെയ്യുക? ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ആ മൊബൈൽ ചാർജറിൻ്റെ അകത്തുള്ള സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു പാർട്ടിലോട്ട് കിടക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഞാൻ ആ ഒരു പാർട്ട് നെക്സ്റ്റ് വീഡിയോ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.